ഹായ് ഓൾ, സുപ്രധാന നിയമങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അല്ലാത്തതും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക, തനിയെ തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര്? വിജയ് ഗേൽക്കർ, രാമേശ്വർ ഓറൻ, KC നിയോഗി, കൻവർ സിംഗ്. ആൻസർ ഓപ്ഷൻ ഡി, കൻവർ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2000, ബി 1965, സി 1971, ഡി 1961. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ ഡി 1961. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം? ഓപ്ഷൻ എ 1985, ഓപ്ഷൻ ബി 1990, ഓപ്ഷൻ സി 1993, ഓപ്ഷൻ ഡി 1995. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷമാണ് 1993. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്ന്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചതെന്ന്? ഓപ്ഷൻ എ 2007, ബി 2005, സി 2013. ആൻസർ ഓപ്ഷൻ സി 2013. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് 2013. ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം 1993. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013. NCPCR പ്രഥമ അധ്യക്ഷ? NCPCRന്റെ പ്രഥമ അധ്യക്ഷ KV മനോജ് കുമാർ, നീല ഗംഗാധരൻ, സിറിയക് ജോസഫ്. ഓപ്ഷൻ ഡി ശാന്ത സിൻഹ. NCPCRന്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹയാണ്. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം? വിവരാവകാശ നിയമം, സൈബർ നിയമം, മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഓപ്ഷൻ ഡി സ്ത്രീ സംരക്ഷണ നിയമം. ആൻസർ ഓപ്ഷൻ എ, വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. NCPCRന്റെ പ്രഥമ അധ്യക്ഷയാണ് ശാന്തി സിൻഹ. നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് നിലയിൽ വന്നത്? ഓപ്ഷൻ എ 2006, ബി 2009, സി 2000, ഡി 1952. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് ഓപ്ഷൻ എ 2006. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ സംസ്ഥാന പ്രതിപക്ഷ നേതാവ്, ബി മുഖ്യമന്ത്രി, സി നിയമസഭാ സ്പീക്കർ, ഡി ഗവർണർ. ആൻസർ ഓപ്ഷൻ ബി, മുഖ്യമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2012 ലൈംഗികാതിക്രമണങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര? എ 18 വയസ്സിൽ താഴെ, ബി 16 വയസ്സിൽ താഴെ, ഓപ്ഷൻ സി 21 വയസ്സിൽ താഴെ, ഓപ്ഷൻ ഡി 14 വയസ്സിൽ താഴെ. ആൻസർ ഓപ്ഷൻ എ 18 വയസ്സിൽ താഴെ. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിന്റെ നിയമത്തിന്റെ പ്രായപരിധിയിൽ വരുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വേതനത്തിന് തുല്യം, ഓപ്ഷൻ ബി സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ വേതനത്തിന് തുല്യം, ഓപ്ഷൻ സി സംസ്ഥാന ഹൈക്കോടതി ജഡ്ജിയുടെ വേതനത്തിന് തുല്യം, ഓപ്ഷൻ ഡി സംസ്ഥാന ഗവർണറുടെ വേതനത്തിന് തുല്യം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംബന്ധിച്ച ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ എ
സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യം. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വേതനം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വേതനത്തിന് തുല്യമാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത് ആരെല്ലാം? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഓപ്ഷൻ എ ഗവർണർ, മുഖ്യമന്ത്രി, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി. ഓപ്ഷൻ ബി മുഖ്യമന്ത്രി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, പ്രതിപക്ഷ നേതാവ്. ഓപ്ഷൻ സി അഡ്വക്കേറ്റ് ജനറൽ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ക്യാബിനറ്റ് മന്ത്രി. ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. സമിതിയിൽ ഉൾപ്പെടുന്നവർ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആര്? ആർ കെ മാത്തൂർ, സൂരജ് ബാൻ, അലോക് റാവത്ത്. സർ ഓപ്ഷൻ ഡി അലോക് റാവത്ത് ആണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഓപ്ഷൻ എ ബിമൽ ജുൽക്ക, ബി അരുൺകുമാർ മിശ്ര, സി സുധീർ ഭാഗവ, യശ്വർദ്ധൻ കുമാർ സിൻഹ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട തെറ്റായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാര മാർഗങ്ങൾ അവകാശപ്പെടാവുകയുള്ളൂ. ഓപ്ഷൻ ബി മജിസ്ട്രേറ്റിനു നടപടികൾ രഹസ്യമായി നടത്താവുന്നതാണ്. ഓപ്ഷൻ സി ഉത്തരവിന്റെ പകർപ്പുകൾ കോടതി സൗജന്യമായി നൽകണം. ഓപ്ഷൻ ഡി മജിസ്ട്രേറ്റിന് നഷ്ടപരിഹാര ഉത്തരവുകൾ പുറപ്പെടുവിക്കാവുന്നതാണ്. ഇതിൽ തെറ്റായ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാര മാർഗങ്ങൾ അവകാശപ്പെടുവാനാവുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഈ നിയമപ്രകാരം ഭർത്താവിനെതിരെയോ ഭർത്താവിന്റെ അമ്മയ്ക്കോ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കെതിരെയോ പരിഹാര മാർഗങ്ങൾ അവകാശപ്പെടുവാനുള്ള അവകാശം ആ സ്ത്രീക്കുണ്ട്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12 സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് എന്നത് ശരിയായ ഓപ്ഷനാണ്. കേരളത്തിന്റെ സേവനാവകാശ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 1 ഈ പ്രസ്താവനയും ശരിയാണ്. ഭക്ഷ്യസുരക്ഷാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2013 സെപ്റ്റംബർ 12 ഈ ഒരു പ്രസ്താവനയും കറക്റ്റാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം എ 2001, ബി 1992, സി 1982, ഡി 1987. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1992. രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ടത് ചുവടെ പറയുന്നവയിൽ ഏതാണ്? സേവനാവകാശ നിയമം, ഓപ്ഷൻ ബി വിവരാവകാശ നിയമം, ഓപ്ഷൻ സി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓപ്ഷൻ ഡി ലോക്പാൽ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയിലൂടെ രൂപം കൊണ്ടത് ഓപ്ഷൻ എ വിവരാവകാശ നിയമമാണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രമാണ് ശരി. ഓപ്ഷൻ ബി 1, 2, 3 എന്നിവ. ഓപ്ഷൻ സി 1, 3 മാത്രം. ഓപ്ഷൻ ഡി 2, 3 മാത്രം. കറക്റ്റായിട്ട് നിങ്ങൾ സ്വയം ആൻസർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം മാത്രം ആൻസർ കേൾക്കുക. ഓപ്ഷൻ ബി
1, 2, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആര്? KG ബാലകൃഷ്ണൻ, MN വെങ്കടാചലയ്യ, S രാജേന്ദ്ര ബാബു, JS വർമ്മ. ആൻസർ ഓപ്ഷൻ ബി, MN വെങ്കടാചലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആണ് MN വെങ്കടാചലയ്യ. ചുവടെ പറയുന്ന വിവരങ്ങളിൽ ഏതെല്ലാമാണ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ കഴിയുന്ന വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നത്? 1. ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ. 2. പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. 3. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. 4. രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ. ഇവയിൽ നിയമപ്രകാരം നൽകാൻ കഴിയാവുന്ന വിവരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്നത് 1, 2 എന്നിവ മാത്രമാണ്. ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങളും പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങളും നൽകാവുന്നതാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളും രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങളും ലഭ്യമാക്കാൻ കഴിയില്ല. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാര്? വിഭ പാർത്ഥസാരഥി, മമത് ശർമ്മ, ലളിത കുമാരമംഗലം. ഓപ്ഷൻ ഡി, ഗിരിജ വ്യാസ്. ആൻസർ ഓപ്ഷൻ ഡി, ഗിരിജ വ്യാസ്. 2 തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിതയാണ് ഗിരിജ വ്യാസ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ ആര്? ഹർഷ ചൗഹാൻ, വിജയ് സാംല, സഞ്ജയ് കുമാർ മിശ്ര, രാജീവ് കുമാർ. ഓപ്ഷൻ ബി, വിജയ് സാംല. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനാണ് വിജയ് സാംല. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 332, 338, 338A. ഓപ്ഷൻ ഡി, 337. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 338A. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338A. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത് ഓപ്ഷൻ എ 30 ദിവസം, ബി 24 ദിവസം, സി 35 ദിവസം, ഡി 48 മണിക്കൂർ. ആൻസർ ഓപ്ഷൻ ഡി, 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ മറുപടി നൽകേണ്ട സമയപരിധി അവസാനിക്കുന്നത് 48 മണിക്കൂറിലാണ്. ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായ വർഷം 2001, 1992, 1982, 1987. 1992 ദേശീയ വനിതാ കമ്മീഷൻ രൂപീകൃതമായത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര്? രാമേശ്വർ ഓൺ, വിജയ് കേൽക്കർ, KC നിയോഗി, കൻവർ സിംഗ്. ഓപ്ഷൻ ഡി, കൻവർ സിംഗ് ആണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം 2015, 2016, 2017, 18. ആൻസർ ഓപ്ഷൻ എ, 2015. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം 2015. മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആര്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മന്ത്രി. ഓപ്ഷൻ ഡി, ലോക്സഭാ സ്പീക്കർ. ആൻസർ ഓപ്ഷൻ ഡി, ലോക്സഭാ സ്പീക്കർ. മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന സമിതിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മന്ത്രി എന്നിവരാണ്. ലോക്സഭാ സ്പീക്കർ ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ്, 2008 ഓഗസ്റ്റ്, 2010 ഓഗസ്റ്റ് മാസം, 2012 ഓഗസ്റ്റ്.
ആൻസർ ഓപ്ഷൻ എ 2009 ഓഗസ്റ്റ്. ഇന്ത്യൻ പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് മാസമാണ്. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി രവീന്ദ്രവർമ്മ കമ്മിറ്റി, BR മൽഹോത്ര കമ്മിറ്റി, VS മളിമഠ് കമ്മിറ്റി, ഗുരുപാദസ്വാമി കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ ഡി ഗുരുപാദസ്വാമി കമ്മിറ്റി. ബാലവേല സംബന്ധമായ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമായി 1979 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഗുരുപാദസ്വാമി കമ്മിറ്റി. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 2000, 1965, 1971, 1961. ആൻസർ ഓപ്ഷൻ ഡി 61. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, സെൻട്രൽ ഇൻഫർമേഷൻ ഓഫീസർ. ഓപ്ഷൻ ഡി സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ. ഓപ്ഷൻ ബി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്നാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം 1985, 1990, 1993, 1995. ഓപ്ഷൻ സി 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കപ്പെട്ട വർഷം 1993. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാര്? ഓപ്ഷൻ എ ഷീല പട്നായിക്, സുഷമ പട്നായിക്, ലളിത കുമാരമംഗലം, ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിത? ദീപക് സന്ധു, സുഷമ സിംഗ്, S വിജയലക്ഷ്മി, നീലിമ ലോഷ്. ആൻസർ ഓപ്ഷൻ എ ദീപക് സന്ധു. വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് ദീപക് സന്ധു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഓപ്ഷൻ എ കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ് അംഗമല്ലാത്തത്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമായത് ഏത് കാരണമാണ്? 2018 ഷാബാനു കേസ്, ഷൈറാബാനു കേസ്, ലോകസഭയിൽ മുസ്ലിം വനിതാ ബിൽ പാസാക്കിയത്. ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. ആൻസർ ഓപ്ഷൻ ബി ഷൈറാബാനു കേസ്. മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമായത് ഷൈറാബാനു കേസ് കാരണമാണ്. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 നിലവിൽ വന്നത് എന്നു മുതലാണ്? 1990 ജനുവരി 30 മുതൽ, 1991 ജനുവരി 22, 1990 നവംബർ 30, 1990 ഡിസംബർ 30. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 നിലവിൽ വന്നത്? ആൻസർ എ 1990 ജനുവരി 30. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിള, അഖണ്ഡ ജ്യോതി, പ്രതിയോഗിതാ ദർപ്പൺ, സ്ത്രീ ശക്തി. ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രമഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2013 ജനുവരി 1, 2014 ജനുവരി 1, 2014 ഏപ്രിൽ 1, 2013 ഏപ്രിൽ 1.
ആൻസർ ഓപ്ഷൻ ബി 2014 ജനുവരി 1. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം, പുനഃസ്ഥാപനം എന്നിവയ്ക്ക് ഉചിതമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2014 ജനുവരി 1 മുതലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭ, രാഷ്ട്രപതി, UPSC, പാർലമെന്റ്. ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സ്ഥാപന പദവി നൽകിയത്? ആർട്ടിക്കിൾ 100, 101, 102, 103. ആൻസർ ഓപ്ഷൻ സി 102. 102-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ സ്ഥാന പദവി നൽകിയത്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ച വർഷം 2005, 2007, 2006, 2008. ആൻസർ 2007. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് പ്രവർത്തനം ആരംഭിച്ചത് 2007 മുതലാണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലയിൽ വന്നത് 1990 ജനുവരി 30-നാണ്. ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. 3. സ്ത്രീധന നിരോധന നിയമം നിലയിൽ വന്നത് 1961. 4. പോക്സോ ആക്ട് പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് നിലവിൽ വന്നത് 2012-ലാണ്. ആൻസർ ഓപ്ഷൻ എ 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള നിയമമായ പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് നിലയിൽ വന്നത് 1990 ജനുവരി 30-ന്. ഗാർഹിക പീഡന നിരോധന നിയമം നിലയിൽ വന്നത് 2006 ഒക്ടോബർ 26. സ്ത്രീധന നിരോധന നിയമം നിലയിൽ വന്നത് 1961-ലാണ്. പോക്സോ ആക്ട് നിലയിൽ വന്നത് 2012. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആര്? M. കമലം, സുഗതകുമാരി, ജസ്റ്റിസ് KK ഉഷ, ജസ്റ്റിസ് ഫാത്തിമ BV. ഓപ്ഷൻ എ സുഗതകുമാരി. 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ അവകാശ നിയമത്തിനു പകരമായി കൊണ്ടുവന്ന നിയമമേത്? ഉപഭോക്തൃ അവകാശ നിയമം 2019, ഉപഭോക്തൃ അവകാശ നിയമം 2020, ഉപഭോക്തൃ അവകാശ നിയമം 2021. ഓപ്ഷൻ എ ഉപഭോക്തൃ അവകാശ നിയമം 2019 ആണ് 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ അവകാശ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക്? പ്രധാനമന്ത്രിക്ക്, കേന്ദ്ര സർക്കാരിന്, രാഷ്ട്രപതിക്ക്. ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ 10, ഡിസംബർ 8, ഡിസംബർ 18, ഡിസംബർ 1. ദേശീയ ന്യൂനപക്ഷ അവകാശ നിയമം ഡിസംബർ 18.